ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് ഇറാൻ ഇന്ത്യ ചബഹാർ പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതിനകത്ത് ഇന്ത്യ ചബഹാർ പോർട്ടിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്തിനാണെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് വളരെ വളരെ ഗുണകരമാവുന്ന തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ചബഹാർ പോർട്ടിൽ നിന്നും ഇന്ത്യ എക്സിറ്റ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് ആയിട്ടില്ല. എന്നാൽ ചബഹാർ പോർട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് വേറെ മാർഗത്തിലൂടെയാണ് ഉപയോഗിക്കുന്നത്. അതിനെന്താണ് റീസൺ? ഇനി ഇന്ത്യ ഇറാൻ്റെ 3 കപ്പലുകൾ പിടിച്ചെടുത്ത ഉടനെ തന്നെ മിനിഞ്ഞാന്ന് നമ്മൾ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നു. ഇന്നലെ ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രി ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചു വെക്കുകയാണ്. ന്യൂഡൽഹിയിലേക്ക് പുള്ളിക്കാരൻ എത്തി. ഇവിടെ വെച്ചിട്ട് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ പ്രത്യക്ഷത്തിൽ ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അതായത് ഇന്ത്യയെ ചബഹാർ പോർട്ടിൽ പിടിച്ചു നിർത്തണം ഇറാന്, നമ്പർ 1. രണ്ടാമത്, നമ്മളുടെ 8 ക്രൂ മെമ്പേഴ്സ് ഇന്ത്യൻ സിറ്റിസൺസ് ഇറാൻ്റെ പക്കലുണ്ട്, അവരെ റിലീസ് ചെയ്യണം. ഇത് ഇന്ത്യയുടെ റിക്വസ്റ്റ്. ഈ ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആ പോർട്ട്, അതായത് ഇന്ത്യയുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇന്ത്യ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ വെസൽസ് പോയി ഡോക്ക് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം ഇപ്പം അണ്ടർ കൺസ്ട്രക്ഷൻ, അണ്ടർ മെയിൻ്റനൻസ് എന്നുള്ള നിലയിലാണ് അത് തുടരുന്നത്. ഈ അണ്ടർ മെയിൻ്റനൻസ് നടത്താനുള്ള കംപ്ലീറ്റ് പൈസയും ഇന്ത്യ ഓൾറെഡി തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അമേരിക്ക സാങ്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ ഈ ഫണ്ട് ഫുള്ളായിട്ട് തന്നെ 1 ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് ഇറാന് കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ആ പോർട്ട് ബിൽഡ് ചെയ്യും. ഇറാൻ ആ പോർട്ട് ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം ലൈൻ, ആ ടൈം ലൈൻ എത്രയാണെന്ന് ഇന്ത്യ തീരുമാനിക്കും. അത്രയും കാലം ഇന്ത്യ ആ പോർട്ട് ഉപയോഗിക്കില്ല. അതിന് പകരം ഇന്ത്യ ബന്ദർ അബ്ബാസ് ഉപയോഗിക്കും. അതുപോലെ ചബഹാർ പോർട്ടിൽ തന്നെയുള്ള ഇറാൻ്റെ അണ്ടറിലുള്ള ഡോക്കിംഗ് വെസൽ ഡോക്കിംഗ് ഏരിയ ഉണ്ട്, ആ ഏരിയ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ അമേരിക്കയുടെ പക്കൽ നിന്നും സാങ്ഷൻ വേവർ ഉണ്ട്. നമുക്ക് ഏപ്രിൽ 2026 വരെ നമുക്ക് ചബഹാർ പോർട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. 2023 20,000 ടൺ വീറ്റ് നമ്മൾ അതിലൂടെ മാത്രം അഫ്ഗാനിസ്ഥാന് കയറ്റി അയച്ചിട്ടുണ്ട്. അതായത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണ്, പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് കയറ്റി അയച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്. അപ്പോൾ അതിലൂടെ ഒരുപാട് മെഡിസിൻസ്, ലൈഫ് സേവിങ് മെഡിസിൻസ്, ഇതെല്ലാം തന്നെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാന് മാത്രമല്ല ഇറാനും ഗുണം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഈ പോർട്ട് നിലനിർത്തണം. ഇന്ത്യ ചബഹാർ പോർട്ടിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ പാടില്ല. അങ്ങനെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്ക് ഒരു പെർമനന്റ് വിള്ളലായിട്ട് മാറുമോ എന്ന് ഇറാൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ആ ഫോറിൻ സെക്രട്ടറി വന്ന് കൃത്യമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ചത്, ഇറാനും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് നൂറ്റാണ്ടുകളോളം ചരിത്രപരമായി തന്നെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ട്രേഡ് റൂട്ടാണിത്. ഇപ്പം ലാൻഡ് ലോക്ക്ഡായിട്ട് കിടക്കുന്ന സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് റൂട്ടും കൂടിയാണിത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ കോറിഡോർ, INSTC ഇങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ ഈ ഒരു ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ് ഇറാൻ. ഇറാൻ ഒരു പേടി. പക്ഷേ ഇന്ത്യ ശരിക്കും ഡിപ്ലോമാറ്റിക്കലിയാണ് ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഇത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിസിഷനാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാന് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്, ചബഹാർ പോർട്ടിലൂടെ തന്നെ നമ്മൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ വെസൽ ഡോക്കിംഗ് ഏരിയയിലൂടെ അല്ല ഇത് ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇറാൻ ഇച്ചിരി അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അത് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ പേയ്മെൻറ്റ് ലീഗലാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്ക സാങ്ഷൻ ഏർപ്പാടാക്കിയതിന് ശേഷമല്ല ഇന്ത്യ ഈ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഈ അണ്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അറ്റകുറ്റപ്പണികൾ, അതുപോലെ തന്നെ ആ വെസൽ ഡോക്കിംഗ് ഏരിയ ഒന്ന് റീബിൽഡ് ചെയ്ത് ആ പോർട്ട് കൺസ്ട്രക്ഷൻ ഒന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിനാണ് $150 മില്യൺ ഇന്ത്യ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സാങ്ഷൻ ഇല്ലാത്ത സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത ഫണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ താരിഫ് കൊണ്ടുവരാൻ കഴിയില്ല. നിലവിൽ ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു ടെമ്പററി ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ട്രംപ് ആണെങ്കിൽ ഇറാനുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഞാൻ 25% പുനറ്റീവ് താരിഫ് അപ്ലൈ ചെയ്യും എന്നുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഏപ്രിൽ 2026 വരെ അതിനെ നീട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചില്ല. അതിന് മുമ്പ് തന്നെ ഇന്ത്യ അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ എടുക്കുകയാണ്. അതായത് അവിടെ കൺസ്ട്രക്ഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അത് ഉപയോഗിക്കില്ല എന്ന് പ്രത്യക്ഷത്തിൽ അറിയിക്കുകയാണ്. എന്നാൽ ചബഹാർ പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറാൻ്റെ വെസൽ ഡോക്കിംഗ് ഏരിയ ത്രൂ ആണ് ഇനി ഈ ഒരു ഷിപ്മെന്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിന് പോകേണ്ട സാധനങ്ങളൊക്കെ തടസ്സമില്ലാതെ പോകും, അത്രയേ ഉള്ളൂ. ഇനി അഥവാ അവിടെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബന്ദർ അബ്ബാസിൽ എത്തിക്കും ഇന്ത്യ. അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കും ഇറാനും തമ്മിലുള്ള ആ ഒരു ചബഹാർ പോർട്ട് എന്നുള്ളത് ടെമ്പററി ആയിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് നമ്പർ 1 മാറ്റർ. ഇത് നിർത്തരുത് എന്നാണ് ആവർത്തിച്ച് ഇന്ത്യ പറയുന്നത്.
ഇത് നിലവിൽ ഈ പ്രൊസീഡിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ആഴ്ചയാണ് വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം നടപ്പിലാക്കിയത് ഇന്ത്യ. ഈ കഴിഞ്ഞ 2-3 ദിവസത്തിലാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായി തീരുമാനമെടുത്തത്. അപ്പോൾ അതിനോടൊപ്പം ഇറാന്റെ വെസലുകൾ ഇന്ത്യ പിടിച്ചെടുക്കുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ ഇറാൻ കുറച്ച് ഭീതിയിലാണ്. കാരണം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തകർച്ച ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ഇറാൻ ഇന്ത്യൻ സിറ്റിസനെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ വിട്ടയക്കണം. ഇന്ത്യക്കാർ ലോകമെമ്പാടും പല സ്ഥലങ്ങളിലും പോയി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പണിയെടുക്കാൻ പോകുന്ന വെസലുകളിൽ നിന്ന് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ വെസലുകൾ സീസ് ചെയ്ത് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ ഈ ക്രൂ മെമ്പേഴ്സിനെ വളരെ എളുപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പതിവ്. അമേരിക്ക പിടിച്ചെടുത്ത വെസലുകളിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു, അവർ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ റിലീസ് ചെയ്ത്. അപ്പോൾ ഇത് ജസ്റ്റ് എംബസി അറിയിക്കുക, ഇന്ത്യൻ കൗൺസിലേറ്റിനെ അറിയിക്കുക, ഫോറിൻ മിനിസ്ട്രിയുമായിട്ട് പേപ്പർ വർക്കുകൾ നടത്തുക, അവരെ അപ്പം തന്നെ റിലീസ് ചെയ്യുക. അല്ലാതെ ഇതിൽ കൂടുതൽ അവരെ പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്നാമത് ഇറാനിൽ അൺസർട്ടനിറ്റിയാണ്. അവിടെ ഒരുപാട് ആൾക്കാരെ ഗവൺമെന്റ് തന്നെ കൊലപ്പെടുത്തുന്നുണ്ട്, പലരെയും ജയിലിൽ പിടിച്ച് അടച്ചിട്ടിരിക്കുകയാണ്. ഈ പ്രൊട്ടസ്റ്റ് പ്രതിഷേധം നടത്തിയ ആൾക്കാർ വരെ അവരുടെ ജയിലിലുണ്ട്. ഏത് നേരത്തും അമേരിക്ക ആക്രമിക്കുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൽ എന്തിനാണ് മറ്റുള്ള രാജ്യത്തിലുള്ള ആൾക്കാരെ പിടിച്ചു വെക്കുന്നത്? അപ്പം മര്യാദയ്ക്ക് വിട്ടയക്കുക. അപ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ വൈകാതെ തന്നെ ഇന്ത്യക്കാരെ റിലീസ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം ഈ ചബഹാർ പോർട്ടിന് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ, ഇന്ത്യ മഗാസാഗർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ് റെഡ് സീയിൽ നടപ്പാക്കുന്നുണ്ട്. അതിൽ ഇന്ത്യ, UAE, ഇസ്രായേൽ, എത്യോപ്യ ഈ രാജ്യങ്ങൾ ഒത്തുചേർന്ന് റെഡ് സീയുടെ റൂട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ റൂട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇന്ത്യക്ക് ഒരു പരിധിവരെ യൂറോപ്പിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് സ്മൂത്ത് ആക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഇപ്പം നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റി ഒന്ന് തീരുന്നവരെ ഒരു ബ്രേക്ക് എടുക്കാം, അത് നല്ലതാണ്. ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക്കലിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബ്രേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇനി അഥവാ അവിടെ ഒരു റെജിം ചേഞ്ച് വരുന്നു. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി അഥവാ ഇറാനെ ആക്രമിച്ച് ഒരു റെജിം ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ, പുതിയ റെജിം വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഇതേ പോർട്ട് കോൺട്രാക്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇന്ന് നമ്മൾ കൃത്യമായി മാറി നിന്നെങ്കിൽ, അതേസമയം ഇന്ന് നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ പിന്നീട് റെജിം ചേഞ്ച് നടത്തി പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഈ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിനെ അവർ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ വളരെ കൃത്യമായിട്ടാണ് ജിയോ പൊളിറ്റിക്കലി ഈ ഒരു ഗെയിം പ്ലേ നടത്തുന്നത്. ഇത് തികച്ചും ഇറാന്റെ മേലിലൊരു ആക്രമണം നടക്കാനുള്ള സൂചനയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഒരു ബ്രേക്ക് ചബഹാർ പോർട്ടിനെ അണ്ടർ മെയിൻ്റനൻസിൽ രേഖപ്പെടുത്താനും ഇന്ത്യ കാണിച്ചിരിക്കുന്ന ഈ ഒരു ബുദ്ധി, ഈ സൂക്ഷ്മമായ ഇന്ത്യയുടെ തീരുമാനത്തിന് പുറകിലുണ്ടായ താല്പര്യം എന്താണെന്നുള്ളത് നമുക്ക് വൈകിയേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ഇനി നമ്മൾ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ആണ് നമ്മൾ നോക്കുന്നത്. ബംഗ്ലാദേശിന് 19% അവരുടെ താരിഫ് കുറച്ചിരിക്കുകയാണ് അമേരിക്ക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ടൺ ഗേറ്റ് ചെയ്യിക്കും. എവിടെ നിന്ന്? അമേരിക്കയിൽ നിന്നും. അത് 0% താരിഫ്. ഇവിടെ അത് തുണിയായി മാറ്റി അത് ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് ആയിട്ടോ തിരിച്ചയച്ചു കൊടുക്കുന്നതിനും 0% താരിഫ്. അപ്പോൾ ഗാർമെന്റ് മേഖലയ്ക്ക് ഇന്ത്യക്ക് ഒരു കോമ്പറ്റീറ്റർ തൊട്ടടുത്ത് തന്നെ വരികയാണ്. അപ്പോൾ പഴയതുപോലെ വീണ്ടും ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഗാർമെന്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ട അമേരിക്ക സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. ഇന്ത്യ വളരെ മാസീവായിട്ടുള്ള ഗാർമെന്റ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ള ഒരു ഇൻഡസ്ട്രി ഉള്ള ഒരു രാജ്യമാണ്. കമ്പാരിറ്റീവ്ലി ബംഗ്ലാദേശ് കുറച്ച് ചെറുതാണ്. അതിലുപരിയായിട്ട് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എത്രമാത്രം അവരുടെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതിനെ കുറിച്ച്. പിന്നെ ബംഗ്ലാദേശ് ട്രസ്റ്റഡ് അല്ല. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായിട്ട് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലോത്തിന്റെ ഗ്രേഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ബ്രാൻഡഡ് കമ്പനികൾക്കും ഇച്ചിരി വിശ്വാസക്കുറവുണ്ട്, ട്രസ്റ്റ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ബംഗ്ലാദേശിൻ്റെ ഈ ഗാർമെന്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗ്രേഡ് ലോ ഗ്രേഡാണ്. ഈ ലോ ഗ്രേഡ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പല ബ്രാൻഡഡ് കമ്പനികളും ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ വരില്ല. അതുപോലെ ഫൈനാൻസിയേഴ്സ്, പൈസ മുടക്കുന്ന ആൾക്കാർ, ലോൺ കൊടുക്കുന്ന ആൾക്കാർ, ഇവരൊന്നും തന്നെ ഇങ്ങനത്തെ ഗ്രേഡ് കുറഞ്ഞ രാജ്യങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്ക ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം, ബംഗ്ലാദേശിന് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നതുകൊണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ കിടക്കുന്ന ലോ ഗ്രേഡ് ഹയർ ഗ്രേഡ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അമേരിക്ക ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ബംഗ്ലാദേശിൽ അമേരിക്ക കൊടുത്തിരിക്കുന്ന ഒരു ബൂസ്റ്റപ്പ്. ഇത് ശരിക്കും യൂനസിനെയും യൂനസിൻ്റെ പാർട്ടിയെയും ഈ ഇലക്ഷനിൽ വിജയിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്ന് ബംഗ്ലാദേശിന് ഉള്ളിൽ തന്നെ ഒരു ചർച്ചയുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടികൾ, BNP പോലത്തെ പാർട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം പ്രത്യക്ഷത്തിൽ ആ ജനങ്ങൾക്ക്, ഒരുപാട് സ്ത്രീകളാണ് ഈ ഗാർമെന്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. അതുകൊണ്ട് പല കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് നല്ലത് തന്നെയാണ് ഈ ട്രംപിന്റെ ഈ ഒരു പ്രവൃത്തി. ബംഗ്ലാദേശിനെങ്കിലും നല്ലതായി വരട്ടെ. ലോകത്ത് മറ്റാർക്കും ഗുണം കിട്ടുന്നില്ലെങ്കിലും ബംഗ്ലാദേശിനെങ്കിലും അത് കിട്ടണമല്ലോ. ഈ താരിഫ് 19% ആക്കിയത് ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാണ്. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യം
ഇനി ഈ 37% താരിഫ് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇന്ത്യക്ക് ആ സമയത്ത് 50% ആയിരുന്നു താരിഫ്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെക്കാളും കുറവാണല്ലോ അവരുടെ താരിഫ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അഹങ്കാരം കുറയ്ക്കാൻ വയ്യായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു 18% ആയതുകൊണ്ട് തന്നെ അവർക്ക് 37% ആയിരുന്നതുകൊണ്ട് അവർക്ക് ഇന്ത്യയെ ഒന്ന് താങ്ങി നിൽക്കേണ്ട സാഹചര്യമായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും ഇപ്പോൾ 19% ആക്കിയത് കൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതിന് മുമ്പ് മുട കാണിച്ചതിലും കൂടുതൽ മുടവന്മാർ ഇനി കാണിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി പാകിസ്ഥാനുമായിട്ട് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശരിക്കും 19% ഓൾറെഡി അവരുടെ താരിഫ്. ഇനി അത് 17 16 ഇന്ത്യക്കാളും കുറച്ച് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് അവസ്ഥ. അവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെക്കാളും ഒരു 0.5 എങ്കിലും കുറച്ച് തരുമോ എന്നുള്ള നിലയിലാണ് അവിടെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതും ഒരു പക്ഷേ ഇനി ഏതെങ്കിലും രീതിയിൽ ട്രംപിനെ സ്വാധീനിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ ഏതെങ്കിലും കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അസീം മുനീർ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് അതും ഒരു 17% 16% വേണ്ടി വന്നാൽ ഒരു 15% വേണമെങ്കിൽ ആക്കി കൊടുക്കാൻ തയ്യാറാവും. അതാണ് ട്രംപിൻ്റെ സ്വഭാവം. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യക്കിട്ട് തന്നെയാണ് പാര വന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഇതാണ് നിലവിലെ സറൗണ്ടിങ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന നെഗോസിയേഷൻ. ഈ ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഇറാന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ചബഹാർ പോർട്ടിൽ നിന്നും ഇന്ത്യ ഒരിക്കലും പിന്മാറില്ല. അത് ടെമ്പററി ആയിട്ട് താൽക്കാലിക ഡിപ്ലോമാറ്റിക് താല്പര്യം അനുസരിച്ച് ഇന്ത്യ ജസ്റ്റ് ഒരു ബ്രേക്കാണ് എടുത്തിരിക്കുന്നത്. ആ ബ്രേക്കിന് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട് എന്നാണ് ധരിപ്പിച്ചിരിക്കുന്നത്. കാരണം INSTC എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള റൂട്ടാണ്. ഇപ്പോഴും ഇന്ത്യ ഇറാൻ വഴി ഷിപ്മെന്റ് നടത്തുന്നുണ്ട്. നമ്മളുടെ പോർട്ട് ഏരിയ മാത്രമാണ് ആക്സസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്വാഭാവികമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മുംബൈ ടു ചബഹാർ പോർട്ട്, ബന്ദർ അബ്ബാസ് പോർട്ട് ത്രൂ നടക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് സാധനങ്ങൾ പോകുന്നുണ്ട്. ഇന്ത്യ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇറാന് നൽകേണ്ട പാഠം നൽകിക്കൊണ്ട് ഇറാൻ ഒരു തിരിച്ചടിയും കൊടുത്തുകൊണ്ട് കൂടുതൽ മുട കാണിക്കരുത്, വളരെ മാന്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളും ആ റെസ്പെക്റ്റോട് കൂടി ഡീൽ ചെയ്യും എന്നുള്ളൊരു പാഠം ഇറാന് നൽകിക്കൊണ്ട് കൃത്യമായ ഡിപ്ലോമാറ്റിക് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പിന്നീടും ഇവരെ നമ്മളെ ഈ രീതിയിൽ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അതോട് ഇപ്പം മാറി വരുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷം, അതായത് ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു പശ്ചാത്തലം, ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.